അമൽ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇനി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഒരു ദിവസം മാത്രമാണ്, മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ അവസാന മിനിറ്റുകളിൽ എങ്ങനെയാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത്? ആവേശം എത്രത്തോളം ഉണ്ട് തദ്ദേശത്തിൽ? മനു, ഗുഡ് മോർണിംഗ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ആവേശം അത് കൊട്ടിക്കലാശത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്ന് വൈകുന്നേരമാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. അവസാന മണിക്കൂറുകൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ അതൊക്കെ മുന്നണികൾ വലിയ ആവേശത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെയും പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം അത് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. എല്ലാ മുന്നണികളും അത്തരത്തിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ രംഗത്തുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു ഇടമാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഈ കട്ടപ്പനയിൽ കൊട്ടിക്കലാശം പൂർണ്ണമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്ന് ഞായറാഴ്ച ആയതിനാൽ ഈ കച്ചവട സ്ഥാപനങ്ങളൊന്നും തന്നെ തുറന്നു പ്രവർത്തിക്കില്ല. അതിനാൽ തന്നെ കട്ടപ്പന നഗരത്തിൽ അത്തരത്തിൽ വലിയ തിരക്കുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നണികൾ, പ്രത്യേകിച്ച് LDFും NDAയുമാണ് കഴിഞ്ഞ ദിവസം കട്ടപ്പന നഗരത്തിൽ ഇത്തരത്തിൽ കൊട്ടിക്കലാശം നടത്തിയത്. മറ്റിടങ്ങളിൽ തൊടുപുഴ പോലുള്ള ജില്ലയിലെ മറ്റ് പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഇന്നാണ് കൊട്ടിക്കലാശം നടക്കുക. അതേസമയം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ പ്രചരണം അതിൻ്റെ ഏറ്റവും ആവേശത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇവിടെ 52 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. അതിൽ 30 LDF ഭരിക്കുന്നു. 21 ഇടങ്ങളിൽ UDFും NDA ഒരു ഇടത്തുമാണ് ഭരണമുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDFും LDFും സമാസമമാണ്. 4 UDF ഭരിക്കുമ്പോൾ 4 LDF ഭരിക്കുന്നു. ഒപ്പം തന്നെ നഗരസഭ 2 നഗരസഭകൾ UDFിൻ്റെതാണ്, ജില്ലാ പഞ്ചായത്ത് UDFിൻ്റെതാണ്. ഇത്തരത്തിൽ വാശിയേറിയ ഒരു മത്സരം നടക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമായും വികസനങ്ങൾ മുൻനിർത്തി തന്നെയാണ് LDFിൻ്റെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ വികസനങ്ങൾ മുൻനിർത്തിയായിരുന്നു ഇത്തരത്തിൽ ഈ പ്രചരണം മുന്നോട്ട് പോയത്. അതേസമയം തന്നെ UDFിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു പ്രചരണ വേളയിൽ. അതായത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ ആ ഒരു ഡേറ്റ് പ്രഖ്യാപനം നടന്ന ആ ദിവസം മുതൽ ഇന്നത്തെ ഈ ദിവസം വരെ ആ ഒരു പ്രതിസന്ധി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് UDFിനുള്ളത്. പ്രത്യേകിച്ച് അത് കോൺഗ്രസിലുണ്ട്, ഒപ്പം തന്നെ ലീഗിലുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ DCC അംഗങ്ങൾ അല്ലെങ്കിൽ DCC നേതാക്കളുടെ വേണ്ടപ്പെട്ടവർക്ക് അവരെ സ്ഥാനാർത്ഥിയാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഒരു വിഭാഗം രംഗത്ത് വന്നു. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ പല പ്രതിനിധികൾ രംഗത്ത് വരുന്ന കാഴ്ച കണ്ടു. ഒപ്പം തന്നെ യൂത്ത് ലീഗിൻ്റെ പല പ്രതിനിധികൾ രംഗത്ത് വരുന്ന കാഴ്ച കണ്ടു. ഒപ്പം തന്നെ DCC അംഗങ്ങൾ രാജിവെച്ച് സ്വതന്ത്രമായി മത്സരിക്കുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. അത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ മുതിർന്ന നേതാക്കൾ വീണ്ടും ഇത്തരത്തിൽ മത്സരരംഗത്തേക്ക് വരുന്നു. യുവാക്കൾക്ക് അവർക്ക് മത്സരിക്കുവാനുള്ള ഒരു സംവിധാനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് യുവ നേതാക്കൾ നിരവധി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ചിഹ്നം നൽകി മത്സരിപ്പിക്കാമെന്ന് പറഞ്ഞ് നേതാക്കൾ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ വിവാദങ്ങൾ തന്നെയാണ്. ഒപ്പം തന്നെ പേയ്മെന്റ് സീറ്റുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഈ ജില്ലക്കകത്തുണ്ടാകുന്നു. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിൽ തന്നെയായിരുന്നു UDF ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ദിവസം വരെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതിനാൽ തന്നെ UDFിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധി കൂടിയാണ്. ഇതിനൊക്കെ മറികടന്ന് വേണം മുന്നോട്ട് പോകുവാൻ വേണ്ടിയുള്ളത്. അതേസമയം തന്നെ NDA സംബന്ധിച്ച് 200-ന് മുകളിൽ ഏകദേശം 250ഓളം സീറ്റുകളിൽ NDAക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംസ്ഥാന പ്രസിഡന്റ് അടക്കം കഴിഞ്ഞ ദിവസം പറയുണ്ടായിരുന്നു. അത് NDAയുടെ പരാജയം തന്നെയാണ്, സംഘടനയുടെ പരാജയം തന്നെയാണ് ഇത്തരത്തിൽ 250 സീറ്റിനടുത്തേക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിക്കാത്തത് എന്നുള്ളതാണ്. എന്നാൽ LDFിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ ചിട്ടയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ പ്രചരണവുമായി രംഗത്ത് വരുന്നു. ചുമരെഴുത്തുകളും മറ്റു തരത്തിലുള്ള എല്ലാ പ്രചരണങ്ങളുമായി രംഗത്ത് വരുന്നു. അത് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കൂടിയാണ്. ഇന്നിപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും അതിൻ്റെ ആവേശത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം കട്ടപ്പനയിലെ കൊട്ടിക്കലാശം അത് വലിയ ഒരു ആവേശം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് LDFിൻ്റെ ഭാഗത്തു നിന്നും 100 കണക്കിന് പ്രവർത്തകർ ഈ കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമാകുന്നു. ഒപ്പം തന്നെ കൊടിതോരണങ്ങളുമൊക്കെയായി വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു കട്ടപ്പനയിലെ കൊട്ടിക്കലാശം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നും തൊടുപുഴ അടക്കമുള്ള ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നടക്കുന്ന കൊട്ടിക്കലാശം. ഒപ്പം തന്നെ UDFിൻ്റെ കട്ടപ്പനയിലെ കൊട്ടിക്കലാശവും ഇന്നാണ് നടക്കുക. മനു.